കുഞ്ചാക്കോ ബോബൻ്റെ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമ ഫെബ്രുവരി 20-ന് തിയേറ്റർ റിലീസ് കൺഫേം ആയിട്ടുണ്ട്. പ്രദീപ് രംഗനാഥൻ്റെ ഡ്രാഗൺ എന്ന സിനിമ ഫെബ്രുവരി 21-ന് റിലീസ് കൺഫേം ചെയ്തിട്ടുണ്ട്. പൊന്മാൻ എന്ന സിനിമയുടെ റിലീസ് ഫെബ്രുവരി 6-ൽ നിന്നും ജനുവരി 30-ലേക്ക് പ്രീപോൺ ചെയ്തിട്ടുണ്ട്. ബേസിൽ ജോസഫാണ് സിനിമയിൽ നായകനായിട്ട് എത്തുന്നത്. വിടാമുയർച്ചി സിനിമയുടെ സെക്കൻഡ് സിംഗിള് ഇന്ന് രാവിലെ 10:45-ന് പുറത്തുവിടും. സൗബിൻ ഷായറിൻ്റെ മച്ചാൻ്റെ മാലാഖ എന്ന സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ വന്നിട്ടുണ്ട്. ഫെബ്രുവരി 27-നാണ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. മമ്മൂക്കയുടെ ഡൊമിനിക് എന്ന സിനിമയുടെ തൃശ്ശൂർ രാഗം തിയേറ്ററിൻ്റെ ഓൺലൈൻ ബുക്കിംഗ് നാളെ 10 മണിക്ക് ആരംഭിക്കും. ഡൊമിനിക് സിനിമയുടെ സിനോപ്സിസ് വന്നിട്ടുണ്ട്. സിനിമ കാണുമ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്ന സിനോപ്സിസ് നിങ്ങൾക്ക് സ്പോയിലർ ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്തുകൊണ്ട് വീഡിയോ കാണാം. ഡൊമിനിക് ഒരു മുൻ സർക്കിൾ ഇൻസ്പെക്ടറാണ്. അദ്ദേഹത്തിൻ്റെ ഹിഡൻ കളർ ബ്ലൈൻഡ്നെസ് കാരണം സർവീസിൽ നിന്നും ഡിസ്മിസ് ചെയ്തു. അദ്ദേഹത്തിന് ഒരു പിഴവ് പറ്റിയതിനു ശേഷം ആകെ തകർന്ന അവസ്ഥയിലാണ് ഡൊമിനിക്. അങ്ങനെ ഡിവോഴ്സ്ഡ് ആയ പോലീസുകാരൻ ഒരു ഓൾഡ് ഹൗസ് വൈഫിനൊപ്പം താമസിക്കുകയാണ്. അതുപോലെ അവരുടെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രേമലു സിനിമയുടെ സ്ക്രിപ്റ്റിംഗ് കംപ്ലീറ്റ് ആയെന്ന് ദിലീഷ് പോത്തൻ ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകളും ലൊക്കേഷൻ ഹണ്ടിങ്ങുമാണ് നിലവിൽ നടക്കുന്നത്. 3-4 ഷെഡ്യൂളുകളിലായിട്ടാണ് സിനിമയുടെ ഷൂട്ടിംഗ് പ്ലാൻ ചെയ്യുന്നത്. ആദ്യ ഭാഗത്തിനേക്കാളും വലിയ ക്യാൻവാസിലാണ് സിനിമ ഒരുങ്ങുന്നത്. സിനിമയുടെ ആദ്യ ഷെഡ്യൂള് ഈ വർഷം മിഡിൽ ആരംഭിക്കും. ഈ വർഷം ഡിസംബർ മാസത്തിലാണ് സിനിമയുടെ റിലീസ് പ്ലാൻ ചെയ്യുന്നത്. ദളപതി 69 എന്ന സിനിമ കഴിഞ്ഞാൽ വിജയ് ഇലക്ഷൻ പരിപാടിയിലേക്ക് പോകുമെന്ന് നമുക്കറിയാം. എന്നാൽ വിജയ് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു സിനിമ ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണെന്നൊക്കെ പറയുന്നുണ്ട്. கேள்விப்பட்டேன். விஜய்க்கு ஒரு சின்ன ஒரு பி பிளான் இருக்கு. ஆமா, என்னன்னா ஒரு சின்ன ஒரு கேப் எங்கேயாவது கிடைச்சதுன்னா நடுவில் ஒரு படம் பண்ற ஐடியால அவர் இருக்காரு. அதுக்கான ஸ்கிரிப்டை பண்ண சொல்லி வெங்கட் பிரபுட்ட சொல்லியிருக்காரு என்ற ஒரு செய்தியை கேள்விப்பட்டேன். இது உண்மையான செய்தியா இருந்தா விஜய் 70 வெங்கட் பிரபு இயக்குவதற்கான வாய்ப்புகள் பிரைட்டா இருக்கு. ஆமா, எனக்கு சர்ப்ரைஸ். വെങ്കിട്ട് പ്രഭു ആയിരിക്കും ആ ഒരു സിനിമ ചെയ്യാൻ പോകുന്നതെന്നൊക്കെയാണ് പറയുന്നത്. ഇനി ഗോട്ട് 2 വല്ലതുമാണോ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ല. ഇനി വിജയ് ചെയ്യുകയാണെങ്കിൽ ലിയോ 2 ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിജയ് ആരാധകർ വരെ കാത്തിരിക്കുന്നത്. ലിയോ 2 എന്ന സിനിമ സംഭവിക്കുകയാണെങ്കിൽ വിജയുടെ 71ാമത്തെ ചിത്രമായിരിക്കും അത്. വിജയ്ക്ക് ബർത്ത്ഡേ വിഷ് അറിയിച്ചുകൊണ്ട് ഒരു വീഡിയോ 7 സ്ക്രീൻ സ്റ്റുഡിയോസ് പുറത്തുവിട്ടപ്പോൾ അതിൽ ദളപതി 71 എന്ന് ഹിന്റ് തന്നിരുന്നു. സിനിമയും പൊളിറ്റിക്സും വിജയ് കണ്ടിന്യൂ ചെയ്യുമോ അതോ സിനിമ ഉപേക്ഷിച്ച് പൊളിറ്റിക്സിലേക്ക് തന്നെ മുഴുവനായിട്ട് ഇറങ്ങുമോ എന്ന് നമുക്കറിയില്ല. എന്തായാലും കണ്ടു തന്നെ അറിയാം. കൂടുതൽ സിനിമകളുടെ അപ്ഡേറ്റുകളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം.